ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു JNJ കിങ്. ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് സ്നേഹഭവൻ എന്ന ഒരു ബ്ലോക്കിലേക്കാണ്. ഇത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ ബ്ലോക്കാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. ഇപ്പോൾ നമ്മൾ സ്നേഹഭവൻ എന്ന സ്ഥലത്താണ്, ക്രൈസ്റ്റ് കോളേജിൻ്റെ സ്നേഹഭവൻ. നിറച്ച് കിളികളും മറ്റ് മൃഗങ്ങളും നിറഞ്ഞ ഒരു ഏരിയയാണ് ഈ സ്നേഹഭവൻ ബ്ലോക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറേ തരം മൃഗങ്ങളാണ്. ആദ്യം കോഴി, ആട് എന്നിവയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രെയിൻസ് എടുത്ത് ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാനായി ഇറങ്ങി. നല്ല മണി പോലുള്ള ഗ്രെയിൻസാണ് ഇത്. കുറേ എടുത്തു, ഇനി കുറച്ച് ഫീഡിങ് നടത്താം. അങ്ങനെ ഞങ്ങൾ കൂട്ടിൽ കയറി. അമ്പോ, എന്തോരം പക്ഷികളാണിത്! ഡിഫറെൻറ്റ് കളറിലുള്ള പക്ഷികൾ. ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചപ്പോഴും അവർ ഓൾറെഡി വയർ നിറഞ്ഞിരിക്കുകയായിരുന്നു. കുറേ ഭക്ഷണം കഴിച്ച് ഫുൾ സ്റ്റൊമക്കിലായിരുന്നു അവർ ഇരിക്കേണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് നല്ല ഭയവും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പരിശ്രമിച്ചു, പക്ഷേ കിളികൾ വന്നില്ല. അവർ ഓൾറെഡി ഭക്ഷണം കഴിച്ചിരുന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ തോന്നിയില്ല. ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും അവരാരും വന്നില്ല. പക്ഷേ കിളികൾ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനത് ആസ്വദിച്ചു അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി അടുത്ത സാധനങ്ങൾ കാണാൻ വേണ്ടി. അടുത്തത് ഫിഷ് ഫാം ഫിൽട്രേഷനിൽ അവിടേക്കായിരുന്നു. കുറേ തരം ഫിഷുകൾ ഞങ്ങൾ അവിടെ കണ്ടു. സൂപ്പർ സ്ഥലമായിരുന്നു അത്. ഇതിനെന്താ പറയാ? അല്ലല്ല, ഈ ഒരു സിസ്റ്റത്തിന് എന്താ പറയാ? ഈ ഫിഷൊക്കെ ഇങ്ങനെ വെക്കുന്ന സിസ്റ്റത്തിന് എന്താ പറയാ? ഫിൽട്രേഷൻ. അരാപ്പയ്മ, ഓസ്കാർ, കോഴിക്കാർ തുടങ്ങിയ വലിയ വലിയ മീനുകൾ ഇവിടെ കണ്ടു. അമ്പോ, എന്ത് വലിയ അരാപ്പയ്മ! ഇത് ഇത്ര വലിയ അരാപ്പയ്മ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. നല്ല കാശുള്ള അരാപ്പയ്മ എന്നത്. കാണുമ്പോൾ എൻ്റെ ഒരു 3/4 സൈസ് ഉണ്ടാവും. എന്താ പറ്റിയ കൊടുത്തോ?
അടുത്തത് ഞങ്ങൾ കണ്ടത് വലിയൊരു പോത്തിനെയായിരുന്നു. ഈ പോത്തിൻ്റെ സൈസ് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയും വലിയ പോത്തുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോത്തിൻ്റെ സൈസ് നോക്ക്. എൻ്റെ അമ്പോ, എത്ര ബീഫ് കറി ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. പോത്ത് ഇതുവരെ കാണാത്ത മനുഷ്യന്മാരെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു. എൻ്റെ അച്ഛനും അനിയനും അത് തൊടാൻ നോക്കിയപ്പോൾ അതിനെ പേടി കൊണ്ട് അത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി. അത് നമ്മളെ കുത്താൻ വരുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷെ അത് അവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇതിന് സൈസ് നല്ല വലുത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ലെമൺസ് ആയിരുന്നു. എൻ്റെ ദൈവം, എന്തോരം ഫ്രഷ് ലെമൺസ്. നാച്ചുറൽ ആയിട്ട് ലെമൺ കിട്ടുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ലെമണാണത്. ജ്യൂസ് അടിക്കാം വീട്ടിൽ പോയിട്ട്. പിന്നെ ഞങ്ങൾ കണ്ടത് വെളുത്തിട്ടുള്ളൊരു ഡക്കിനെയാണ്. ഓ, എന്തൊരു ഭംഗി. അവിശ്വസനീയം. ശരിക്കും ഞങ്ങൾ രണ്ട് പക്ഷികൾ തമ്മിലുള്ള മീറ്റിംഗ് കണ്ടു. മീറ്റിംഗ് ആണോ? പിന്നെയും കുറേ ഡിഫറെൻറ്റ് നിറത്തിലുള്ള പക്ഷികളെയും താറാവുകളെയും കണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി. പിന്നെ ഞങ്ങൾ കണ്ടത് വലിയ വലിയ പശുക്കളെയായിരുന്നു. ഓക്സും കൗവൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല വലിയതായിരുന്നു. നേരത്തെ കണ്ട പോത്തിനെ പോലെ നല്ല വലിയ ഓക്സുകളും കവുകളായിരുന്നു ഞങ്ങൾ കണ്ടത്. കാണുമ്പോൾ പേടിയാവും, പക്ഷെ അവർ പാവങ്ങളാണ്. നല്ല റെയറായ ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണിത്. എൻ്റെ ദൈവമേ, നല്ല ഭംഗിയുള്ള പാരറ്റുകളാണ്. പക്ഷെ അവരുടെ ഈ ഒരു സ്വഭാവം നല്ല രസമായിരുന്നു. ഈ കോണിൻ്റെ പീസ് അവർ ഓരോ മണിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഹലോ. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ഗ്രേ പാരറ്റ് ചെയ്യുന്ന ഒരു കളിയാണ്. കോൺ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും നീക്കിക്കൊണ്ട് അവർ കളിക്കുന്ന ഒരു കളി. പിന്നെ അത് നിലത്തേക്കിടും. കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു പോണ്ടിൽ നിറച്ച് കുറേ ടോട്ടോയ്സുകൾ ഇരിക്കുന്നത് കണ്ടു. കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി അടുത്തിൽ നിന്ന് ഉരശ്മീൻ കാണാൻ. അങ്ങനെ ഞങ്ങൾ കൂട്ടിൽ കയറി ഓരോരുത്തരും എടുത്തു നോക്കി. കാണാൻ നല്ല രസമായിരുന്നു. നല്ല വിസ്മയകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അമ്മ പേടിച്ച് ഉള്ളിക്ക് പോകണ്ടും. പിന്നെ ഞങ്ങൾ ഒരു പീസ് ഓഫ് ഫ്രൂട്ട് എടുത്ത് അതിന് ഫീഡ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ടോട്ടോസിനെ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ വൈറ്റ് കളറിലെ ഒരു മംഗൂസിനെ കണ്ടു. അവർ പറഞ്ഞത് ഇത് പാമ്പിനെ പിച്ചി കീറുന്ന. കേട്ടപ്പോൾ പേടി. ഉള്ളിൽ പോയി അതിനെ കാണാൻ പറ്റിയില്ല, കാരണം അത് നമ്മളെ നന്നായി കടിക്കും. പിന്നെ ഞങ്ങൾ കണ്ടത് കുറേ തരം കാടകളെയാണ്. ആ കാടകളിട്ട മുട്ടകളെ ഞങ്ങൾ കണ്ടു. സൂപ്പർ മുട്ട, നാച്ചുറലായിട്ട് കിട്ടിയ മുട്ടയാണ്.
പിന്നെ ഞങ്ങൾ കണ്ടത് വലിയ വലിയ എമുകളായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ലെമൺ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനത് നീട്ടി വെച്ചു. 4 ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അത് കൊത്താൻ നോക്കി. ലെമൺ ജ്യൂസ് അടിക്കാൻ വെച്ചത്. പിന്നെ ഞങ്ങൾ കണ്ടത് കുറേ തരം കളറിലുള്ള ഗോട്ടുകളെയാണ്. അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് ചൈനീസ് ഗോട്ട് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായൊരു ലാമ്പായിരുന്നു അത്. അതിന് ഞങ്ങൾ തുറന്ന് വിടാൻ വിചാരിച്ചു. കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി അതിനെ തുറന്നു വിട്ടു. ഒന്നും ചെയ്യുന്നത് നീ പേടിച്ചു വേറെയും കുറേ കുഞ്ഞ് ആടുകളെയും കണ്ടു. പിന്നെ അതിന് പിന്നാലെ വലിയ വലിയ ഹോർസുകളെ ഞങ്ങൾ കണ്ടത്. സൂപ്പറായ ഹോർസുകളായിരുന്നു. എൻ്റെ അനിയൻ ഉത്സാഹത്തോടെ ആ ഹോർസുകൾക്ക് ഗ്രാസ് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അവരത് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കണ്ടത് വലിയൊരു ഡോങ്കീനെയായിരുന്നു. ഒരെണ്ണമല്ല, ശരിക്കും 3 ഉണ്ടായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ നല്ല ഫറിയായിട്ടൊരു ഡോങ്കിയായിരുന്നു. ഏറ്റവും പാവം അനിമലായിരുന്നു ആ ഫാർമിലത്തെ. പിന്നെയും ഞങ്ങൾ അവിടെ ഹോഴ്സുകളെയും മറ്റു മൃഗങ്ങളെയും കണ്ടു. കാണാൻ നല്ല അമേസിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായിരുന്നു. അതിന് മേലെ കയറിയിരിക്കാൻ വരെ എനിക്ക് തോന്നി. ഈ ഗൂസുകൾ ഇങ്ങനെ ആർമി പോലെ നടക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഡിഫറെൻറ്റ് കളറിലുള്ള ഗൂസുകൾ അപ്പുറത്തും ഇപ്പുറത്തുമായി സ്ഥിതി ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് 1000 താറാവുകളായിരുന്നു. ഇത്രയധികം ഡക്സിനെ ഞങ്ങൾ ഇതുവരെ കണ്ടെത്തില്ല. എൻ്റെ ദൈവമേ, 1000 ഡക്സ് ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല അവിശ്വസനീയവും അമേസിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് യാത്രയായി. നല്ല അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ബ്ലൂ വെയിലിൻ്റെ ഒരു റിയൽ സ്കെൽട്ടൻ ആയിരുന്നു. കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല, അത്രയും വലിയൊരു സ്കെൽട്ടൻ. കോഴിക്കോട് ബീച്ചിൽ 1976 ചക്കരിഞ്ഞൊരു നീലത്തിനെങ്കിലും അതിൻ്റെ അസ്ഥി അവിടെ കുഴിച്ചിട്ടു. അങ്ങനെ അവിടെ കുഴിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ലാബ് സാറിൻ്റെ അങ്ങനെ സെറ്റ് ചെയ്ത് അസ്ഥി തന്നെയായിട്ട് നമ്മൾ പിന്നെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ ദിവസം രാത്രി കുറച്ച് ഡെക്കറേഷൻസ് കാണാൻ പോയി. എൻ്റെ ദൈവമേ, സൂപ്പറായിട്ട് മാല ബൾബോണ്ട് യൂസ് ചെയ്ത ഡെക്കറേഷൻസ് ഞങ്ങൾ കണ്ടു. എനിക്കിഷ്ടമായി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.